ഒരാളുടെ മേൽ നിങ്ങൾ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സൂക്ഷിക്കുക. ആരോപിച്ച കാര്യങ്ങൾ അയാളിൽ ഇല്ലെങ്കിൽ ആരോപണം പറഞ്ഞവരിലേക്ക് തന്നെ വരുന്നതാണ്. കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോയിട്ടില്ല. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ. ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണത്. നമ്മളെ കേൾക്കുന്നവരോട് സംസാരിക്കുക. സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മളെ വേണ്ടാത്തതുമായ മനസ്സുകളെ ഓർത്ത് വിഷമിക്കരുത്. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ്. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ആകാശത്തിലെ മേഘങ്ങൾ പോലെ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുമില്ല. എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്യും. ചിലതൊക്കെ അസഹനീയമാണ് എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ തിരുത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ പൊട്ടിച്ചെറിയാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം എന്നും തടവറയിലാകും. നിങ്ങളുടെ മൂല്യം നിങ്ങളിലാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണുകളിലല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ മടി വേണ്ട. അതിൽ അഭിമാനം നഷ്ടമാകുന്നില്ല, പകരം ബഹുമാനമുണ്ടാകുന്നു. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല. ചേർന്നു പോകുന്ന ഒരു മനസ്സും വേണം. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പോലെയാവും നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഒരു വലിയ രഹസ്യമാണ്. നമ്മൾ എവിടെ എത്തുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ ആർക്കും അറിയാൻ കഴിയാത്ത രഹസ്യം. ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ അത് സ്വപ്നം. 2 പ്രാവശ്യം ശ്രമിച്ചാൽ അത് ആഗ്രഹം. പല പ്രാവശ്യം ശ്രമിച്ചാൽ അത് ലക്ഷ്യം. ശ്രമിച്ചുകൊണ്ടിരിക്കുക, ലക്ഷ്യം നേടുന്നത് വരെ. ഒറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൾ കൊണ്ടുപോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്നലകൾ വീണ്ടെടുക്കാനാകില്ല. പക്ഷെ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ശീലിക്കുക. നമുക്ക് കുറവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ ലോകത്തെ നമുക്ക് സന്തോഷത്തോടെയും വിശാലമായും നോക്കിക്കാണാൻ കഴിയും. നമ്മുടെ ജീവിതയാത്രയിലെ തീരുമാനം നമ്മുടേത് മാത്രമാകണം. അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട യാത്രയാകും നമ്മുടേത്. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നത് എങ്കിൽ വിശ്വാസമാണ് അത് നേടിത്തരുന്നത്.